നമസ്കാരം. എല്ലാവർക്കും സാപ്പിയൻസ് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് മിക്ക പരീക്ഷകളിലും 1-2 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള സാഹിത്യ പുരസ്കാരം. നമുക്ക് ഓരോന്നായി പഠിച്ചു തോന്നും. ആദ്യം നമ്മൾ പഠിക്കുന്ന പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. കേരള സർക്കാർ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഒരു പ്രത്യേക കൃതിക്കല്ല കൊടുക്കുന്നത്, സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാര തുക. എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 2025 ഈ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? നല്ല ചോദ്യമായിരിക്കും ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കണം, KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. അത് 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2 പോയിന്റ് ഓർത്തോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ള 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. 2024 അതായത് 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. കേട്ടല്ലോ, NS മാധവനാണ് ലഭിച്ചത്. 2024 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് SK വസന്തനാണ്. ഈ 3 പോയിന്റ് കൃത്യമായി ഓർത്തു വെക്കുക. 31, 32, 33 എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ 2025, 2024, 2023. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർക്കാം. ശങ്കര മാധവ വാ വസന്ത എന്ന് അവിടെ ഓർത്തു കഴിഞ്ഞാൽ 3 പേരാവും. ശങ്കര മാധവ വസന്ത എന്ന് 3 പേര് അവിടെ ഓർത്തിരിക്കും. എന്താ ശങ്കര? KG ശങ്കരപിള്ള. 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപിള്ള. 2024 32 മാധവ NS മാധവൻ. 2023 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ. അപ്പൊ ആ 3 പേരുകൾ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ള. ഓർത്തു വെക്കണം, 1993 ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇനി ഈ അടുത്തിടയ്ക്ക് നടക്കുന്ന PSC പരീക്ഷകളൊക്കെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകൾ 5 പേർ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകൾ 5 പേർ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് 3 പേര് ഓർത്തോണം. ശങ്കര മാധവ വാ വസന്ത. ശങ്കര KG ശങ്കരപിള്ള, മാധവ NS മാധവൻ, വസന്ത SK വസന്തൻ. ആ 3 പേരുകൾ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ വനിതകളെയും കൂടി നമ്മൾ പഠിക്കാനായി പോവുകയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം 5. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ബാലാമണിയമ്മ. അവിടെ കിട്ടും, അച്ഛൻ ആദ്യമായി കൊടുത്തത് ഏത് സ്ത്രീക്കാണ്? അമ്മയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ബാലാമണിയമ്മ. പിന്നെ കമലാ സുരയ്യ ഉണ്ട്, പിന്നെ സുഗതകുമാരി ഉണ്ട്, M ലീലാവതി ഉണ്ട്, പിന്നെ ഒരാളുണ്ട് P വത്സല. ഇവരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകൾ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം 5. ആരൊക്കെയാണ്? ബാലാമണിയമ്മ, കമലാ സുരയ്യ, M ലീലാവതി, സുഗതകുമാരി, P വത്സല. ഓക്കെ അല്ലേ? അപ്പോ 1995 ബാലാമണിയമ്മയ്ക്ക് ലഭിച്ചു. 2002 കമലാ സുരയ്യയ്ക്ക് ലഭിച്ചു. 2009 സുഗതകുമാരിക്ക് ലഭിച്ചു. 2010 M ലീലാവതിക്ക് ലഭിച്ചു. 2021 P വത്സലയ്ക്ക് ലഭിച്ചു. പേരുകൾ ഓർത്തിരിക്കാം അല്ലെ? അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ പേര് ഇങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം: ബാല, കമല, ലീല. 3 പേരായി അല്ലെ? ബാല, കമല, ലീല. ബാല, കമല, ലീല. ബാല, കമല, ലീല. ബാലാമണിയമ്മ, കമലാ സുരയ്യ, M ലീലാവതി, സുഗതകുമാരി, V വത്സല. ഓക്കെ ആണോ? അവരുടെ വർഷങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ബാലാമണിയമ്മ 1995, കമലാ സുരയ്യ 2002, സുഗതകുമാരി 2009,
എം ലീലാവതി 2010, 2021 പി വത്സല. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അവസാനത്തെ വനിത പി വത്സല 2021. വയനാടിന്റെ കഥാകാരി എന്നാണ് പി വത്സല അറിയപ്പെടുന്നത്. വയനാടിന്റെ കഥാകാരി പി വത്സല. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് ഒരു ചെറിയൊരു അവബോധം നിങ്ങളിലേക്ക് എത്തി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പുരസ്കാരമാണ് ഏത്? ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിക്കുന്നത് കെ അരവിന്ദാക്ഷനാണ്. 54-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 2024, 54, 24. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് കെ അരവിന്ദാക്ഷനാണ്. നോവലാണ് ഗോപ എന്ന നോവൽ. ഗോപ. 2023 കിട്ടുന്നത് പി എൻ ഗോപികൃഷ്ണനാണ്. 2023 കിട്ടുന്നത് പി എൻ ഗോപികൃഷ്ണനാണ്. കവിതാ സമാഹാരമാണ്. കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. ഓടക്കുഴൽ പുരസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 2024 54-ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. നോവലിന്റെ പേര് ഗോപ. ഗോപ. 2023 53-ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. അപ്പോ അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാം. 1969 ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി നൽകുന്നത്. 1969 ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 1969 ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർത്തു വെക്കാം. എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ ഓർക്കാം. എന്താണ്? ആക്ഷൻ പറഞ്ഞ് എന്ത് ചെയ്തു? ഓടി അല്ലേ? റെഡി, 1, 2, 3 ആക്ഷൻ. അപ്പൊ തന്നെ എന്ത് ചെയ്തു? ഓടി എന്നവിടെ ഓർക്കുമ്പോ ആക്ഷൻ, അരവിന്ദ് ആക്ഷൻ. ഓടി, ഓടക്കുഴൽ. ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ. 2024 54-ാമത്തത്. അപ്പൊ എന്ത് പറഞ്ഞു? ആക്ഷൻ പറഞ്ഞു. എന്തിന്? ഗോ, ഓടിക്കോളൂ, ഗോപ എന്നവിടെ കിട്ടും. അപ്പൊ കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോപ, 54-ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം 2024. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. 53 കിട്ടുന്ന ആർക്കാ? ഇവിടെ ഗോപ, പിന്നെ ഗോപികൃഷ്ണൻ. പി എൻ ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. അപ്പൊ അതും എന്ത് ചെയ്യാം? അവിടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 2 പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും നമ്മൾ പഠിച്ചു തീർന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ്. വയലാർ അവാർഡ് 2025 49-ാമത്തെ വയലാർ അവാർഡ്. 2025 49-ാമത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. ഇ സന്തോഷ് കുമാറിനാണ് 49-ാമത്തെ വയലാർ അവാർഡ് 2025 ലഭിക്കുന്നത്. അത് ഏത് കൃതിയാണ്? തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർത്തു വെക്കാം. വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ വയല് എന്നവിടെ ഓർക്കാം. വയലിലേക്ക് അച്ഛൻ സന്തോഷത്തോടെ പോയി. അങ്ങനെ ഓർക്കൂ. വയലിലേക്ക് അച്ഛൻ സന്തോഷത്തോടെ പോയി. എന്തിനാ പണിയെടുക്കാൻ? ചുമ്മാ ഓർത്തു വെക്കൂ. വയലാർ അവാർഡ്. അച്ഛൻ എന്താണ്? നോവലിന്റെ പേരാണ് തപോമായിയുടെ അച്ഛൻ. സന്തോഷത്തോടെ പോയി. സന്തോഷ്, ഇ സന്തോഷ് കുമാർ. 2025 49-ാമത്തെ വയലാർ അവാർഡ്. 48-ാമത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത് അശോകൻ ചെരുവില. അശോകൻ ചെരുവിലിന്റെ കൃതിയാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതി. കാട്ടൂർ കടവ്. അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. 48. 47 ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 47-ാമത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ 3 വയലാർ അവാർഡായി. 49, 48, 47. 1977 വയലാർ അവാർഡ് ആദ്യമായി നൽകുന്നത്. അന്ന് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് 1977 വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനത്തിന് ലഭിക്കുന്നത്. ഇത്രയും കാര്യം കൂടി ആയപ്പോൾ വയലാർ അവാർഡിനെ കുറിച്ചും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കും. എഴുത്തച്ഛൻ പുരസ്കാരമായി, ഓടക്കുഴൽ പുരസ്കാരമായി, വയലാർ അവാർഡായി.
അടുത്തതിലേക്ക് പോകാം. അടുത്തത് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം കേരള പ്രഭയൊക്കെ ഉണ്ട്, മാറിപ്പോയില്ല കേട്ടോ. ഇത് പത്മപ്രഭ പുരസ്കാരം 2025 കിട്ടുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ പുരസ്കാരം. 2024 റഫീഖ് അഹമ്മദിനും 2023 സുഭാഷ് ചന്ദ്രനുമാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? എന്ത് പുരസ്കാരം? പത്മപ്രഭ പുരസ്കാരം. 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ, 2024 റഫീഖ് അഹമ്മദ്, 2023 സുഭാഷ് ചന്ദ്രൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ആഹാ സുഭാഷ് അല്ലെ? നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടാൽ ആഹാ സഭാഷ് അങ്ങനെയല്ലേ പറയാറുള്ളൂ. ഇവിടെ ആഹാ സുഭാഷ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇവിടെ ആ എന്നതിൽ നിന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ പുരസ്കാരം കിട്ടി, ആഹാ സുഭാഷ്. പത്മപ്രഭ പുരസ്കാരം കിട്ടി, ആഹാ സുഭാഷ്. പത്മപ്രഭ പുരസ്കാരം 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ. 2024 ആഹാ അഹമ്മദ്, എന്ത്? റഫീഖ് അഹമ്മദ്. 2023 സുഭാഷ് ചന്ദ്രൻ. അപ്പൊ അതുമായി പത്മപ്രഭ പുരസ്കാരം. ദെൻ ONV പുരസ്കാരം. ONV പുരസ്കാരം 2025 കിട്ടുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. 2024 കിട്ടുന്നത് പ്രതിഭ റായിക്കാണ്. 2023 കിട്ടുന്നത് C കൃഷ്ണൻ അല്ലേ? അപ്പൊ അതും എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. 2025, 2024, 2023 ONV പുരസ്കാരം. എങ്ങനെ ഓർക്കാം? പ്രഭയാണ്, പ്രതിഭയാണ് കൃഷ്ണൻ. പ്രഭയാണ്, പ്രതിഭയാണ് കൃഷ്ണൻ. ഇതെന്താ? പ്രഭയാണ്, പ്രതിഭയാണ്. പ്രഭ വർമ്മ 2025, പ്രതിഭ റായി 2024, പിന്നെന്താണ്? കൃഷ്ണൻ, C കൃഷ്ണൻ 2023. ONV പുരസ്കാരം. ONV പുരസ്കാരം കിട്ടിയ ആളെ നമ്മൾ പറയുകയാണ് പ്രഭയാണ്, പ്രതിഭയാണ്, പ്രഭയാണ്, പ്രതിഭയാണ്. 2025 പ്രഭാവർമ്മ, 2024 പ്രതിഭ റായി, 2023 C കൃഷ്ണൻ. അപ്പൊ അതുമായി ONV പുരസ്കാരവും നിങ്ങളിലേക്ക് എത്തി. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിനാണ്. ഈ സാറ ജോസഫിന് ഓടക്കുഴൽ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള വനിതയാണ്. ഓടക്കുഴൽ പുരസ്കാരം നേടിക്കൊടുത്ത സാറ ജോസഫിന് നേടിക്കൊടുത്ത കൃതിയാണ് ബുദ്ധിനി. ഓർത്തു വെച്ചോളൂ, ബുദ്ധിനി, സാറ ജോസഫ്. അടുത്തതാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഏതാണ്? ജ്ഞാനപ്പാന പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത്. 2025 കിട്ടുന്നത് KP ശങ്കരനാണ്. 2024 കിട്ടുന്നത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി 2024. 2025 KP ശങ്കരൻ, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. എന്ത് പുരസ്കാരം? ജ്ഞാനപ്പാന പുരസ്കാരം. അപ്പോ ഇത്രയും കേരള സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.